ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. അത് എബ്രഹാം സി പീറ്റർ നടത്തുന്ന എബിആർ ക്രിയേഷൻസിലേക്ക് കേൾക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഈ അന്ത്യകാലത്ത് ലോകം മുഴുവൻ BC മാറി AD വന്നതുപോലെ മില്ലേനിയം ആരംഭിക്കാൻ സമയമായതുകൊണ്ട് ലോകം മുഴുവൻ ഭയങ്കരമായ പ്രശ്നങ്ങളാലും പ്രതികൂലങ്ങളാലും നിറഞ്ഞിരിക്കുക. ഇതെല്ലാം ഈ ഭൂമിയുടെ സൃഷ്ടാവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ അതേ കൽപ്പനയാലും നിയോഗത്താലും ഇതിനെ വീണ്ടെടുപ്പാനുള്ള ദൈവത്തിൻ്റെ പ്രോഗ്രാം ഷീറ്റിൽപ്പെട്ടതാണ്. അതാണ് ദൈവവചനം എന്ന് നമ്മൾ പറഞ്ഞു. ബൈബിൾ തുടങ്ങുന്നത് ആദിയിൽ ദൈവം ആകാശവും സൃഷ്ടിച്ചു എന്നാണ്. അത് ക്ലോസ് ചെയ്യുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ ഇതാ ഞാൻ വരുന്നു, വേഗം വരുന്നു, ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തിനും ആദിയും അന്തവും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ബൈബിള് ഉൽപ്പത്തി ആദിയിൽ തുടങ്ങി അത് ക്ലോസ് ചെയ്യാൻ അന്ത്യൻ. ഞാൻ ആദ്യനും അന്ത്യനുമാണ്, ഇതാ ഞാൻ വേഗം വരും, ക്ലോസ് ചെയ്യാം. ഇതിന് ആദ്യം ടൈം സ്റ്റാർട്ട് ചെയ്യുക. ദാറ്റ് മീൻസ് ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുക. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി മരിച്ച് അടക്കപ്പെട്ട് എഴുന്നേറ്റ് പോയപ്പോഴത്തേക്കാണ് ഹിസ്റ്ററി ആക്ച്വലി സ്റ്റാർട്ടഡ്. അതിനുമ്പ് പ്രീ റിട്ടൺ ഹിസ്റ്ററി ആണ് ബൈബിൾ. ആ ബൈബിളും പ്രകാരം കർത്താവിൻ്റെ അതേ സൃഷ്ടികളെല്ലാം ദൈവത്തിൻ്റെ ഒപ്പം നിന്ന്, ദൈവത്തിൻ്റെ കൂടെ നിന്ന് അതേ ദൈവം സൃഷ്ടിച്ച സകലത്തെയും അതിൽ സന്തോഷിക്കണമെന്നാണ്. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ അത് പറയുമ്പോഴത്തേക്ക് ഇത് ഈ പാഴും ശൂന്യമായി തീർന്ന ഭൂമിയാണ്. അപ്പോൾ ദൈവം സൃഷ്ടിച്ച ആദിയിലല്ല. ആദിക്ക് മുമ്പ് എന്താണെന്ന് ചോദിച്ചാൽ അപ്പോസ്തലനായ പൗലോസ് തന്നെയും മോശ ആദ്യ പുസ്തകക്കാരനായ മോശ തന്നെയും 90-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, കർത്താവേ നീ ഞങ്ങളുടെ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു, നീ അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്നു. അതിൻ്റെ എക്സാക്ട്നെസ് വന്നപ്പോഴത്തേക്ക് പൗലോസ് എഫെസ്യർ 3:9 പറയുക, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ, ദ ടെക്നോളജി ഓഫ് ദി ക്രിയേഷൻ, അത് സകല മനുഷ്യരും അറിയുവാനായിട്ട്, സഭ മുഖാന്തരം അറിയാനായിട്ട് ഈ കൃപ നൽകിയിരിക്കുക. അതും ഗ്രേസാണ്. ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ ആർക്കും, ബിക്കോസ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ഗോഡ്. കർത്താവ യേശു ക്രിസ്തുവ ഇതിൻ്റെ എല്ലാം പ്രപഞ്ചസൃഷ്ടാവായ ഏകദൈവം. പിതാവായ ദൈവം നമുക്കുണ്ട്. ദൈവത്തെ ആരും ദൈവ ആത്മാവാ. അതെ, ദൈവ ആത്മാവെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു തന്നെ അതും വ്യക്തമാക്കിയിട്ടുണ്ട്. അതെ, യേശു ക്രിസ്തു 14-ാം അധ്യായത്തിൽ യോഹന്നാൻ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, 22-23 വാക്യത്തിലാണ്. അവരുടെ ഡിസ്കഷൻ്റെ ഭാഗമിട്ടാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. അടുത്ത വാക്യം, ഞങ്ങൾ വന്ന് അവൻ്റെ ഉള്ളിൽ വാസം ചെയ്യും. അത് തനിക്ക് ലഭിക്കാനുള്ള ആത്മാവെന്ന കാര്യത്തിനെ കുറിച്ചാണ് താഴെ എഴുതിയിട്ടുണ്ട്. അപ്പം ദൈവം ആത്മാവാണ്. അപ്പം പിതാവും പുത്രനും കൂടെ ഉള്ളിൽ വന്ന് നമ്മളിൽ വസിക്കുമ്പോഴത്തേക്ക് അതാണ് ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. അപ്പം പിതാവിനോട് അത് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് എന്ത് ചെയ്യും, സകല കാര്യങ്ങളും ചോദിക്കാനും പറയാനും, നമുക്ക് ആ ദൈവത്തിനോട് വസിപ്പാനുള്ള, അത് നഷ്ടപ്പെട്ടു പോയ ആ ബന്ധം പുനഃസൃഷ്ടിപ്പാൻ ആണ് യേശു ക്രിസ്തു വന്നത്. അതിനാണ് ദൈവം ആദിയിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഹല്ലേലൂയ. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് സ്തോത്രം 7 ദിവസം കൊണ്ട് ഈ ഭൂമി പുനർക്രമീകരിച്ചെടുത്ത് അത് 7-ാം ദിവസം സ്വസ്ഥതയാണ് എന്ന് പറഞ്ഞാൽ മില്ലേനിയം ആരംഭിക്കും, എന്നൊരു 1000-ാം ആണ്ട് വാഴ്ച ആരംഭിക്കും. അതെ, ഇത് കർത്താവിനെ പറഞ്ഞതാണ്. കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന്, അതായത് ഇന്നേക്ക് 2030-31 എക്സാക്ട് ഡേറ്റ്, അത് എന്തായിരുന്നാലും യേശു ക്രൂശിക്കപ്പെടുന്നതിന് 2 ദിവസം മുമ്പ്
അത് താൻ ശിഷ്യന്മാരുമായിട്ടെല്ലാം പറയുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്, കർത്താവെ നിന്റെ വരവിനും ലോകാവസാനത്തിനും ഇല്ല അടയാളമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കർത്താവ് അവർ വളരെ വ്യക്തമായി പറഞ്ഞു, യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും അടിക്കടി എല്ലാം ഉണ്ടാകും. കാരണം ഇതുവരെയും ലോകാരംഭം മുതൽ ഉണ്ടാകാത്ത വലിയ സംഭവങ്ങൾ ഉണ്ടാവും എന്നും വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അപ്പം അതല്ല ഇന്ന് കാണുന്ന അതിൻ്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി തിങ്സാണ് ഇവിടെ ഇത് കാണുന്ന മുഴുവൻ. പ്രൈസ് ദി ലോർഡ്. ഇത് ആർക്കും ഈ യുദ്ധം വേണ്ടെന്ന് വെച്ചാൽ ഒന്നും നടക്കത്തില്ല. കാരണം ഈ യുദ്ധം ഉണ്ടാക്കുന്ന ആരാ? പിശാചാണ്. അത് ദൈവ സ്നേഹമാണ്. അത് നേരെ ഓപ്പോസിറ്റ് പിശാച്. ഹല്ലേലൂയ. ഈ സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിലാണെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ 1 യോഹന്നാൻ 5:19 പറഞ്ഞിരിക്കുകയാണ്. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഈ ദൈവം ഉണ്ടാക്കിയ ഭൂമിയെ അവൻ തട്ടിയെടുക്കാൻ നോക്കിയപ്പോഴാണ് ഇത് പാഴ്ശൂന്യമായി തീർന്നത്. അങ്ങനെ എത്ര വർഷം കിടന്ന് കാണാം? കോടി വർഷങ്ങൾ കിടന്ന് കാണാം. ആ കോടി വർഷങ്ങൾ കിടന്നപ്പോൾ ഇതിനെ ദൈവം സൃഷ്ടിച്ചത് ഇതിന് വാസത്തിനായിട്ടാണ്, പാർപ്പിനാണ്. ദൈവം ഭൂമിയെ യെശയ്യാവ് 45 പറഞ്ഞത് ദൈവം ഭൂമി സൃഷ്ടിച്ചത് പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചത് തന്നെ വാസത്തിനായിട്ടാണ്. അപ്പം അത് പാരിശൂന്യം പോകാനില്ല. എന്നാൽ ലൂസിഫർ നവഗ്രഹങ്ങളിൽ അവൻ്റെ ആധിപത്യത്തിന് കൊടുത്തിരുന്നു. അത് അവൻ തട്ടിയെടുത്ത് എന്നാൽ പാരിശൂന്യമായി കിടന്ന് ഭൂമിയെ മാത്രം തമ്പുരാന്റെയോ അത് വീണ്ടെടുപ്പാനായിട്ടും. കാരണം വെച്ചാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാനായിട്ടുള്ള പ്രബലം. ദൈവത്തെ സ്നേഹിക്കേണ്ട ആൾ വേണം. അതാണ് എൻ്റെ മർമ്മം. അപ്പോൾ സ്നേഹമായതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഇത് 6 ദിവസം കൊണ്ട് ദൈവം മനുഷ്യന് ആവശ്യമുള്ള എല്ലാം ഉണ്ടാക്കി വെച്ചും 6-ാം ദിവസം തൻ്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ചു. അത് മാത്രമല്ല, ദൈവം ഭൂമിയെ അനാദിയില്ല സൃഷ്ടിച്ചു. അവിടേക്കും ഇവിടെ ആ ഉൽപ്പത്തി പുസ്തകം പാഴ്ശൂന്യമായി തീർന്നെന്ന് പറഞ്ഞത്. ഈ ദൈവം ഭൂമി സൃഷ്ടിച്ച വൃത്താകൃതിയിലാണ്. അത് ഒരു ഭാഗത്തല്ല, പല ഭൂമണ്ഡലത്തിന് മീതെ ഇരിക്കുന്നു. അപ്പോൾ സർക്കിൾ ഓഫ് ദി എർത്ത്, വാട്ട് ഓൾ തിങ്സ് എല്ലാം റൗണ്ട് ആണെന്ന് വളരെ ബൈബിൾ വളരെ ക്ലിയർ കേട്ട. സയൻസ് എപ്പോഴാണ് കണ്ടുപിടിച്ചത്? ഹല്ലേലൂയ. ഇതൊന്ന് വായിക്കാതെ വലിയൊരുവൊക്കെ അതും ഇതൊക്കെ പറഞ്ഞ് അതൊന്നും പറയുക ഈ നിരീശ്വരവാദികൾ എന്ന് പറയുന്ന വിഡ്ഢികൾ. അവരെ കർത്താവ് വിളിക്കുന്നത് ബൈബിളിൽ എന്ന് പറഞ്ഞാൽ മതഗ്രന്ഥമല്ല, ബൈബിൾ നിയമഗ്രന്ഥമാണ്. നിയമഗ്രന്ഥം എന്തുകൊണ്ട് അതിൻ്റെ തെളിവ് വേണമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ കാണുന്ന സകല എഡ്യൂക്കേഷൻ ഈസ് ദ ഡിക്ഷണറി ഓഫ് ബൈബിൾ. ഹല്ലേലൂയ. ബൈബിൾ ഈസ് ദ പ്രീ റിട്ടൺ ഓൺലി റാഷണൽ ട്രൂ ഹിസ്റ്ററി ഇൻ ദ വേൾഡ്. അപ്പം ഇതിനെ പഠിക്കാനായിട്ടാണ് വിദ്യാഭ്യാസം. കാരണം കർത്താവിന് ദൈവത്തിൻ്റെ ബുദ്ധി അപ്രമേയമാണ്. അപ്രമേയ ബുദ്ധിയുള്ള ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും അല്പമാത്രം താഴ്ത്തി മനുഷ്യനെ എത്തിച്ചപ്പോൾ അനുസരണക്കേട് കാണിച്ചപ്പോഴത്തേക്കും ദൈവം അവൻ ശിക്ഷായോഗ്യനാണ്. ആ ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ രക്ഷിപ്പാനായിട്ട് ദൈവത്തിൻ്റെ പ്രോഗ്രാം സൃഷ്ടിച്ചു. ആ പ്രോഗ്രാമാണ് ബൈബിൾ. അതാണ് ഇനി കാരണം ബൈബിളിലെ ആ പ്രോഗ്രാം ശ്രദ്ധിച്ച് വായിച്ചു നോക്കണതല്ല. അപ്പോൾ ഇനി ലോകത്തിൽ വരാനുള്ള വീണ്ടെടുപ്പിന് വേണ്ടി ഉള്ള ഇതിൽ യേശു ക്രിസ്തു ലോകത്തിൽ അന്ത്യകാലത്ത് തുടങ്ങി. അന്ത്യകാലത്ത് സകലത്തിന് വേണ്ടി ആത്മാവിനെ ദൈവത്തിന് ആത്മാന്തം ദൈവസഭയുണ്ടായി. അപ്പോൾ സഭ മുഖാന്തരം എല്ലാം അവൻ സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറിഞ്ഞിരുന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ എല്ലാം മനസ്സിലാക്കി കൊടുത്തിരിക്കുക. അങ്ങനെ പഠിച്ചു വരുമ്പോഴത്തേക്കും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഈ കർത്താവ് 7-ാം ദിവസമായ 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഇനി എത്രയുണ്ട്? ഇനിയും കിടക്കുന്നത് 5 യുദ്ധങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഓൾറെഡി 2 കഴിഞ്ഞു. ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, ഇനി 3, 4, 5 യുദ്ധങ്ങൾ വെളിപ്പാട് അങ്ങനെയാണ് ഈ കിടക്കുന്നത്. ഈ 5 യുദ്ധങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുക? കർത്താവ് ഭൂമിയുടെ പ്രക്രിയ മുഴുവൻ 5, 6 പറയാം, 5-6 യുദ്ധങ്ങൾ കൊണ്ട്. ഇനിയും 2 കഴിഞ്ഞു, ഇനിയും 3, 4, 5, അത് കഴിഞ്ഞ് ലാസ്റ്റ് ഫൈനൽ വാൾ അത് പറഞ്ഞ് വെളിപ്പാട് 20-ന്റെ 7-ാം അധ്യായത്തിലാണ്. അതാണ് സ്തോത്രം 7 മുതൽ 22 വാക്യത്തിൽ പറയുക. അതാണ് ലോകാവസാനം എന്ന് പറയാം. പ്രൈസ് ദി ലോർഡ്. ഇതിന് പൂർണ്ണമായി ദൈവം ഭൂമിയെ വീണ്ടെടുക്കുക. അങ്ങനെ സൃഷ്ടിക്കുന്ന ഭൂമിയിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി അതാണ് പുതിയ നിയമം. ദൈവം തന്ന നിയമപ്രകാരം നിത്യതയിൽ ദൈവം നിത്യനാണ്. സോ ഗോഡ് ക്രിയേറ്റഡ് ഹിസ് ഓൺ ഇമേജ്. ദൈവത്തിൻ്റെ സ്വരൂപസാഹസം ഉണ്ടാക്കിയ മനുഷ്യൻ ദൈവത്തോട് ജീവിപ്പാൻ ദൈവനെ നിയോഗിച്ചിരിക്കുക. അതാ വീണ്ടെടുപ്പ്, റിഡംഷൻ, സാൽവേഷൻ. ഹല്ലേലൂയ. അപ്പൻ്റെ കൂടെ താമസിക്കാനും മക്കൾക്ക് ആഗ്രഹം പോലെ
അത് അപ്പനെ അനുസരിക്കണം. അനുസരിച്ച് അപ്പനോട് താമസിക്കണം. ദൈവത്തെ അനുസരിക്കുന്നവർക്ക് അദ്ദേഹത്തിനോട് ജീവിപ്പാൻ. അതിൻ്റെ കർത്താവ് വരുന്നു. നമുക്ക് ഒരുങ്ങാം.